ആ ഒന്ന് വിട്ടുപോയി. ആളുടെ പേരിൽ ഒരു ഭാഗ്യസൂക്തം കൂടി. അമ്പലത്തിൽ പോയിട്ട് പ്രസാദമാകുന്നതിന് വേരോ അടുത്തതായി വലിയ കൃഷ്ണനെ കാണിക്കുന്നതാണ്. റെഡി 1 2 അല്ല മോനെ, ഇവിടെ രാവിലെയായി. ഇപ്പൊ നീ ഇത് കത്തിച്ച് നടക്കലാ? പട്ടാ പകല് കമ്പിത്തിരി കത്തിച്ച് നടക്കുന്ന ഒരേ ഒരാള്. അപ്പോൾ ഇന്ന് വിഷു ദിവസമാണ്. നമ്മൾ വിഷു എല്ലാവരും പോലെ നല്ല രീതിയിൽ ആഘോഷിക്കണം എന്നെല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ച ദിവസമായിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, രാവിലെ അമ്പലത്തിൽ പോകണം എന്നെല്ലാം വിചാരിച്ച് എണീച്ച് നോക്കുമ്പോൾ എണീക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് ഇന്നലെ 2 ദിവസം മുമ്പ് മുതലേ തുടങ്ങിയതാണ് ശ്വാസം മുട്ട്, പനി, അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് വിഷുവിൻ്റെ തലേന്ന് എനിക്ക് രാത്രി വരെ പണിയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ തലവേദന, പനി, അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ആയി ആകെ സൈഡായി പോയി. 5 മണിക്ക് ഞാനിവിടെ കയറി വരുമ്പോൾ ഒരാളിങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തു നിൽക്കുന്നുണ്ട്. വന്നപാട് പടക്കം പൊട്ടിക്കുക അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഇവിടുന്ന് കുറച്ച് നേരം പടക്കെല്ലാം പൊട്ടിച്ച് രാത്രിക്ക് തന്നെ പടക്കെല്ലാം പൊട്ടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോയതാണ്. രാവിലെ എണീക്കാൻ പറ്റുമെങ്കിൽ വരാമെന്ന് വിചാരിച്ചു. രാവിലെ എണീച്ചിട്ട് വരാൻ പറ്റിയില്ല, കണിയുണ്ട്. അതുപോലെ അപ്പോൾ ഒന്നും കൂടി കടന്നു ഉറങ്ങിയത്. അങ്ങനെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായി മുണ്ട് ഷർട്ടിലോട്ട് നിന്നാൽ പിന്നെ ആദ്യം നോക്കുമ്പോൾ ആദ്യം പനി ഇതെല്ലാം വരാൻ തുടങ്ങി. ഇനി ഏതെങ്കിലും ആശുപത്രിയിൽ ഏതെങ്കിലും ഡോക്ടർ ഉണ്ടെങ്കിൽ ആടെ ഒന്ന് കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. എൻ്റെ വിഷു ദിവസം അങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ എന്താ ചെയ്യല്ലേ, ഏതായാലും നമുക്കൊന്ന് അമ്പലത്തിൽ പകരം ആശുപത്രി പോയിട്ട് വരാം. ചിരിച്ചോട്ടും പറയണ്ട, പറയണ്ട. എന്നാടാ വിഷുക്കോട് ഒന്നും ഇടാണ്ടിരുന്നേ. നമ്മൾ രാത്രിക്ക് തന്നെ പൊട്ടിച്ചതിൻ്റെ സാധനങ്ങളെല്ലാം ബാക്കിയിട്ടുണ്ട്. അങ്ങനെ വിഷു ദിവസം അമ്പലത്തിൽ നിന്ന് പ്രസാദം വാങ്ങുന്നതിന് പകരം മരുന്ന് വാങ്ങാൻ വേണ്ടി കൗണ്ടറിൽ നിൽക്കുന്നു. ശത്രു സംഹാരം, ഒരു ജലധാര, ഒരു മുൻവിളക്ക്, ഒരു പിൻവിളക്ക്. ആളുടെ നാളേതാ? നാളെ പോരുട്ടാതി. ഒന്ന് വിട്ടുപോയി. ആളുടെ പേരിൽ ഒരു ഭാഗ്യസൂക്തം കൂടി. ഇതിനാണ് പ്രസാദം വാങ്ങിയിട്ടു. എന്ത് ചെയ്യാനാ അവസ്ഥ നോക്കിയാട്ടെ അല്ലേ. നിങ്ങളെ സ്വപ്നം കണ്ടിരുന്നോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട് രാവിലെ തന്നെ. അതായിരിക്കും അങ്ങനെ പ്രസാദം വാങ്ങി. പ്രസാദം ഒരു കിൻഡൽ കിട്ടീന് കേട്ടാ. ഇത് ചെയ്യാനാ, ശ്വാസം മുട്ട്, പനി, ജലദോഷം ഇത്യാദി എല്ലാ സാധനങ്ങളും നമുക്ക് വിഷുവായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കൈനീട്ടാണ് കിട്ടിയിട്ടില്ല അല്ലേ. രാത്രി തന്നെ കുറച്ച് പടക്കം പൊട്ടിച്ചുകൊണ്ട് അതെങ്കിലും ഉണ്ട്, ഇല്ലെങ്കിൽ രാവിലെ പണിയാവുകയാണ്. ഇനിയിപ്പോൾ ഏതായാലും ഇന്ന് രാത്രിക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിക്ക് ആ നാട്ടിലുണ്ടെങ്കിൽ നമുക്ക് പോകും. നമുക്ക് വിഷു എന്ന് പറഞ്ഞാൽ പടക്കം കഴിഞ്ഞാൽ പിന്നെ അടുക്കളയാണ് അല്ലേ. പടക്കം പൊട്ടിക്കൽ കഴിഞ്ഞാൽ പിന്നെ അടുക്കള വിഭവങ്ങൾ. എന്താ ഇന്ന് പരിപാടി? ചിക്കൻ ഇല്ലാതെ എന്ത് വിഷു അല്ലേ. പച്ചടിയായി, അവിയലായി, വറവായി, കൂട്ടുകറി, മാങ്ങ അച്ചാർ മതി. ഇനി ചിക്കൻ്റെ ഒന്നും ആവശ്യമില്ലേ. അല്ല സാമ്പാറില്ലേ, അതാക്കാൻ മറന്നുപോയാ? സാമ്പാറില്ല. സാമ്പാർ ആക്കാടോ, ഇതെല്ലാം ആക്കിയില്ലേ സാമ്പാറില്ല. സാമ്പാറോ ചിക്കൻ അതായത് നമ്മളെ നിഘണ്ടുവില് സാമ്പാറും ചിക്കനും അങ്ങനെ ഇരിക്കണം. ഓറല്ല എന്ത് സമയമായി. സമയം 12 മണി കഴിഞ്ഞു. ഇതാ 12 മണി കഴിഞ്ഞു. പായസാക്കിയില്ല. മെയിൻ സാധനം പായസമാണ്. പായസമില്ല. പായസം ഇല്ലെങ്കിൽ ഇവിടെ കലാപം നടക്കും. പായസാക്കുന്ന കംപ്ലീറ്റ് സാധനം ഞാൻ വാങ്ങി വെച്ചത്. അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരിയുണ്ട്, നെയ്യുണ്ട്, മിൽക്ക് മെയ്ഡുണ്ട്, എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിയിട്ടുണ്ട്. വിഷു ആയിട്ടെന്നാ പരിപാടി? ഇവന് വിഷു പോലും ഓണം പോലും കോലം നോക്കിയാട്ടെ. രാവിലെ കുളിച്ച്
എല്ലാം റെഡിയായി നേരെ അപ്പുറത്ത് പോയി ആ നല്ല ഉപ്പായം കൊണ്ടിട്ട് മാറ്റിയിട്ട് കളിക്കാൻ പോയല്ലേ പറഞ്ഞേ കേട്ടാ നിങ്ങളോടല്ല പറഞ്ഞേ അശാനോടാ പറഞ്ഞേ ഫുള്ള് കളിക്കാൻ പോയിട്ടുള്ള കോലം അതാ ഫുള്ള് മണ്ണ് വിറങ്ങി രാവിലത്തെ പടക്കം പൊട്ടിക്കൽ പരിപാടികളൊന്നും നടന്നില്ല. അപ്പോൾ ഒരുത്തൻ പറയാ നമുക്കെന്നാ പിന്നെ ഇപ്പം പൊട്ടിച്ചാലോ ഉച്ച നട്ടുച്ചയായി ഇടാം. ഈ സമയത്ത് എനിക്ക് പൊട്ടിക്കണ്ടേ? പൊട്ടിക്കണ ഇത്രയും സാധനങ്ങൾ ബാക്കിയാണ് പൊട്ടിക്കാൻ. ഏതാ പൊട്ടിക്കണ്ടേ? റോക്കറ്റ് രാവിലെ പൊട്ടിച്ചാൽ എങ്ങനെ കാണുവാ? പകല് പൊട്ടുന്ന കാണുവാ? അത് രാത്രിക്കല്ല പൊട്ടിക്കണ്ടേ? നമുക്ക് ബാക്കി ഒച്ചയാകുന്ന സാധനങ്ങൾ പൊട്ടിക്കാം. ഒച്ചയാകുന്ന അധികമൊന്നും വാങ്ങിയില്ല, കാന്താരിയും ലക്ഷ്മിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ പൊട്ടിക്കും. അത് കണ്ടാൽ മതി, അത് കേട്ടാൽ മതി കേട്ടാ. എവിടെ പൊളിച്ചില്ലേ? അടിപൊളിയല്ലേ? ദൂരോട്ടേക്ക് നീ ദൂരോട്ടേക്ക് ഞാൻ അടുത്തോട്ട് വന്നിട്ടുള്ള പരിപാടി കേട്ടാ. എവിടെ ഹാപ്പി അല്ലേ? മതിയാ മതിയാ ഇല 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 തുമ്പപ്പൂച്ചോറ് വിളമ്പി. ഇല ഉണ്ടതിന് നീ ഇങ്ങനെ ഗൗരവം പിടിക്കുന്നേ. അതിന് എന്തോ മറ്റേ കുഞ്ഞിന്റെ കല്ലെടുത്തോ ഉണ്ടോന്ന് പാവം. നമ്മളൊന്നും കൂട്ടാണ്ട് എച്ചുകൊണ്ട് ഒറ്റക്ക് തിന്നാൻ തുടങ്ങിയാ. എച്ചുകൊണ്ട് ഒറ്റക്ക് തിന്നല ഇടി തിന്നില്ല. എനിക്ക് വലിയ ഇലയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് എന്നോട്. ഒന്നരമായിരിക്കുന്നു. വെറുതെ പറയാനൊന്നും ആയിരിക്കരുത്. വണ്ടർഫുൾ. ഇഞ്ചി അടിച്ച പാവം വെച്ചിട്ടാ അത് ഇഞ്ചി അടിച്ച പോലെ. എല്ലാ ടേസ്റ്റിലും അങ്ങനത്തെ ഡിഷ് നമ്മളെ നിനക്കും വന്നാ നിനക്കുള്ള എന്റെ കൈ നീട്ടാ. അത് ഇപ്പം കേട്ട് എച്ചൂട്ടാ നോക്കിയാ പാവാട ഇട്ടിട്ടടിയാ പോന്നേ. കൃഷ്ണന്റെ ഡ്രസ് രണ്ടാളും ഇട്ട് കൊടുത്താലോ എങ്ങനെയുണ്ടാവും? അങ്ങനെ വിഷു ദിവസം വൈകുന്നേരം നമ്മളെല്ലാം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നി ഈറ്റ രണ്ടിനും അങ്ങനെ കൃഷ്ണവേഷം കെട്ടിച്ചാലോന്ന്. എച്ചൂട്ടനും അൻവിയും തമ്മിലുള്ള എന്ത് മത്സരമാണ്? ഘോരമായ മത്സരം നടക്കാൻ പോക്കാണ്. രണ്ടാളിൽ ആര് ജയിക്കുമോ നോക്കാം കേട്ടാ. ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റൈൽ ഉണ്ടാവുക ആ വേഷം കെട്ടിയാൽ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആളും വേണം. അൻവിൻ്റെത് ഫുള്ള് മഞ്ഞ കളറ്, എച്ചൂട്ടൻ്റെത് മൊത്തം ചോന്ന കളറ്. ആദ്യം കയ്യാ മക്കളെ എച്ചൂട്ടിനാകെ ഈ രണ്ട് സാധനമുള്ള അന്വേഷിക്കുക. അതിന് ഇഷ്ടം പോലെ സാധനമുണ്ട്, കാണാം നമുക്ക്. വേണ്ട, ഇത് ഇടുന്നില്ല. എച്ചൂട്ടന്റെ മാലയെല്ലാം കുറച്ച് ഓവർ വലുതാണല്ലോ. എച്ചൂട്ടിന് അത് ഇട്ടാലും ആടാ അൻവിയുടെ സെറ്റ് ആകുന്നുണ്ട്. ഇട്ടാ മോനെ ഇട്ടാലും വലിയ ചൂടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഇട്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ? ഇട്ടാലും ഒരു സുഖമായിട്ട് അങ്ങനെ ഇരുന്നോളൂ. പുറത്താങ്കിൽ നല്ല മഴയും പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ആഹാ അൻവി സെറ്റാകുന്നുണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. ആ നീല സാധനം എച്ചൂട്ടിന്റെ കളക്കളി കളിക്കല്ല കേട്ടാ. അയ്യൂരിയ അയ്യൂര് എച്ചൂട്ടോ എടാ എച്ചൂട്ടാ എന്നാ കാടുന്നടാ എച്ചുഷ്ണ. ആശാന് പിന്നെ ഒന്നും ഇട്ടില്ലെങ്കിൽ അടിപൊളി തന്നെ. കിരീട 4 കഷ്ണമാക്കൂ. ഇങ്ങനെ കൃഷ്ണ റെഡിയായാ? 1 2 3 സ്റ്റാർട്ട്. എന്റെ മോനെ ഇതാരാന്ന്? കൊറേ കാലിങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ട് സ്റ്റൈലന്നെ മോനെ.
അടുത്തതായി വലിയ കൃഷ്ണനെ കാണിക്കുന്നതാണ്. ആ 1 2 3 എന്റെ മോനെ ഇച്ചിരി ഇങ്ങോട്ടേക്കാ. എടാ മത്സരിയൊന്നുമില്ല. ബാക്കി മൈദീലി എന്റെ കയ്യിലുണ്ട്. വലിയ എച്ചൂട്ടാ താങ്ങൂല, അതുകൊണ്ട് ഇട്ട് കൊടുത്തില്ല. എച്ചൂട്ടാ. ഏടാ ഇത് വലിയ കൃഷ്ണ, ഇത് കുഞ്ഞു കൃഷ്ണൻ. ഏടാ രണ്ടാളും കിടിലം തന്നെയല്ല. ഇതിൽ പാരിക്കാൻ നമുക്കിപ്പോ മാർക്ക് കൊടുക്കാം. ഇതിട്ട് കൊടുത്തില്ല, ഇത് താങ്ങൂല. ഒരു താഴെ ഇതെല്ലാം കൂടി ഇടുമ്പൊക്കെ പിന്നെ അവനെ അടിച്ച് നിൽക്കാനാകുന്നില്ല. സ്റ്റൈലെന്നാട്ടാ, സ്റ്റൈലെന്നാട്ടാ. വൈകുന്നേരമായി, നല്ല മഴയും തുടങ്ങി. 2 കൃഷ്ണന്മാരും കൂടി ഉണ്ട് കേട്ടാ. ഇവിടെ 2 കൃഷ്ണനുണ്ട് കേട്ടോ. ആയിരിക്കെങ്കിലും മേടിക്ക് പറഞ്ഞതാ. 2 കൃഷ്ണന്മാരും കൂടി ഉണ്ട്. ഇതാ എച്ചോട്ടിന്റെ ഓടക്കോടെ എൻ്റെ കളി. ഇത് ഇവനെ കൊടുത്ത ഫുൾ ടൈം വായിൽ വലിച്ചു കൂതലാണ്. അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല, ഇല്ല തരൂല. അപ്പോൾ ഇന്ന് വിഷുവിൻ്റെ വീഡിയോ എന്ന് പറയാൻ നമ്മൾ ചെറിയ വിശ്വാസം ഇവിടെ കഴിയുകയാണ്. ചെറിയ വളരെ ചെറിയൊരു വിഷു ആഘോഷം. ആ അപ്പോൾ അങ്ങനെ വലിയ ആഘോഷമൊന്നും ഉണ്ടായില്ല, ചെറിയൊരു ആഘോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സദ്യ അതെല്ലാം ആക്കി അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ നമ്മളെ വിഷു പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. അമ്മി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അടുത്ത ഇവരെ ഏതോ ഒരു സ്ഥലം ഉള്ളത്.